ചില അനുഭവങ്ങൾ അങ്ങനെയാണല്ലേ ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തെ സന്തോഷം നമ്മളിലേക്ക് എത്തിക്കാൻ ഉതകുന്ന അനുഭവങ്ങളായിരിക്കും. അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ, എൻ്റെ പേര് മഞ്ജു ബിജു. ശ്രീ ഉളിയന്തൂരപ്പൻ്റെ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു വന്നത് തെക്കൻ ഗുരുവായൂർ ക്ഷേത്രമായ ചിറ്റൂരപ്പൻ്റെ നാട്ടിലേക്കാണ്. ഗുരുവായൂരപ്പനെ അത്രയേറെ ഇഷ്ടമായിരുന്ന എനിക്ക് ചിറ്റൂരപ്പനെ തൊഴുതു പ്രാർത്ഥിക്കാൻ ഒരുപാട് വിലക്കുകൾ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും വകവയ്ക്കാതെ ഭഗവാൻ തൂണിലും തുരുമ്പിലുണ്ടെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോയിട്ടോ. വിവാഹം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. എല്ലാ വിലക്കുകളും മറികടന്ന് ഞാൻ ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ ഞാൻ ഓടിച്ചെല്ലാറുണ്ട്. ആ സമയത്ത് അവിടെ ചോറൂണ്, തുലാഭാരം എല്ലാം നടക്കുന്നത് നോക്കി നിൽക്കാറുണ്ട്. കുഞ്ഞുമക്കളെ കാണുമ്പോൾ എനിക്ക് കണ്ണു നിറയും. എനിക്ക് അതിനുള്ള ഭാഗ്യം ഭഗവാൻ തരുമോ എന്നോർത്ത്. അങ്ങനെ 4 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞു പിറന്നു. ഒരു മകനെ കിട്ടിയിട്ടോ. ചികിത്സയ്ക്കുള്ള വഴിപാടുകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും കുഞ്ഞിനെ കിട്ടി സന്തോഷമായി. അങ്ങനെ അവന് 6-7 വയസ്സായപ്പോൾ അവൻ എന്നോട് സങ്കടം പറഞ്ഞു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ട്, എനിക്ക് ആരുമില്ലല്ലോ എന്ന്. അവൻ്റെ സങ്കടം കേട്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ചിറ്റൂരപ്പനോട് പ്രാർത്ഥിക്കൂ, ഭഗവാൻ നിന്റെ പ്രാർത്ഥന തട്ടിക്കളയില്ല. അങ്ങനെ ജനുവരി 21-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ ഞാനും ചേട്ടനും മകനുമായി അമ്പലത്തിൽ പോയിട്ടോ. അവിടെ നട അടച്ചിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ തൊഴാനായി ഏറ്റവും പിറകിൽ ആയിട്ട് നിൽക്കുകയായിരുന്നേ. നട തുറന്നതും എൻ്റെ മനസ്സിൽ എന്താണെന്നറിയില്ല, ഭഗവാൻ ഒരു പെൺകുഞ്ഞിനെ കാണിച്ചു തന്നുട്ടോ. ഞാൻ പെൺകുഞ്ഞുമായിട്ട് അമ്പലത്തിൽ നിൽക്കുന്നത് എനിക്ക് വലിയ സന്തോഷവും സങ്കടവും ഒക്കെ തോന്നി. എനിക്ക് യൂട്രസിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ ഭഗവാൻ എനിക്ക് കുഞ്ഞിനെ, അവളെ തന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തിയിട്ടോ. വേഗം കലണ്ടർ നോക്കി. ഭഗവാനെ, പീരീഡ്സ് ഡേറ്റ് തെറ്റിയിട്ട് 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. ഞാൻ പറഞ്ഞു, മകളാണ്, ഭഗവാൻ എനിക്ക് മോളെ കാണിച്ചു തന്നു എന്ന് ഞാൻ ചേട്ടനോടും മകനോടും പറഞ്ഞു കേട്ടോ. സെപ്റ്റംബർ 24-ാം തീയതി കുഞ്ഞു പിറന്നു. മകൾ LKGയിൽ പഠിക്കുന്നു, മകൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഈ ജന്മദിനത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ കിട്ടിയ ഈ അനുഗ്രഹം തന്നെയല്ലേ ഏറ്റവും വലുത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ത്രിമധുരത്തിലെ ഓരോ അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഭഗവാന്റെ ത്രിമധുരം കഴിച്ച ഫീലാണ് അനുഭവപ്പെടുന്നത്. ഹരേ കൃഷ്ണ. എന്താ കഥ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ജീവിതത്തിൽ നിന്നൊരു 7 അനുഭവമായിട്ട് വന്നാണ്. മകനും മകളും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട്. എന്താ കഥ? ഇതൊക്കെയല്ലേ സുഖം. നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളാണ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതില്ലേ. വന്നോട്ടെ, നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്നോട് വിരോധം തോന്നരുത്. പലരുടെയും പറയാൻ പറ്റിയിട്ടില്ല, എങ്കിലും അങ്ങ് പറയൂ ഒരു ദിവസം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കഴിയുന്ന ദിവസങ്ങളൊക്കെ കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.